നമസ്കാരം. തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തെ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന, തങ്ങളുടെ പൗരന്മാരുടെ ജീവന് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ്. ഇതുപോലെ അമേരിക്ക പോലും ഇത്രക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ സംശയം തോന്നിപ്പോകും. കാരണം ഇസ്രായേലിന്റെ അകത്ത് തങ്ങളുടെ പൗരന്മാർക്കെതിരെ ജിഹാദി ഭീകരവാദികളുടെ ആക്രമണം ഏതെല്ലാം സമയത്തുണ്ടായിട്ടുണ്ടോ ശക്തമായിട്ടുള്ള നിലപാടുകൾ, നടപടിയൊക്കെ അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമേരിക്കയുടെ എല്ലാം പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങൾ, ചില സമയങ്ങളിലൊക്കെ അവിടെ കത്തിയും കടാരയുമായിട്ടൊക്കെ ചില ഭീകരർ ചില മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊത്തുകയും വെടിവെച്ച് കൊല്ലുന്നൊക്കെ സാഹചര്യം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നിയമ സംവിധാനങ്ങളും പ്രതികരണങ്ങളുമാണ് പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഭരണകൂടത്തിന്റെ ഇടയിൽ നിന്നും ഈ പറയുന്ന ഇസ്രായേലിലെ ഈ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ലെബനോനിൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലെബനോൻ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള. ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനവുമായിട്ട് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേൽ തുടങ്ങിയ യുദ്ധം, ഈ യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന്റെ അതിർത്തി കടന്നുകൊണ്ട് കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവും ഈ പറയുന്ന ഹമാസ് ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ 1500ഓളം ഇസ്രായേൽ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരാണ് കൊല ചെയ്യപ്പെട്ടത്. കുട്ടികളടക്കം, സ്ത്രീകളടക്കം നിരവധി ആളുകളുടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത് ലോകം മുഴുവൻ ആ സമയത്ത് ചർച്ച ചെയ്യുകയും ഇസ്രായേൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുകയും ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാതെ ഇനി ഇസ്രായേലിന് വിശ്രമമില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പ്രസ്താവന നടത്തി. ഞങ്ങൾ യുദ്ധത്തിലാണ് എന്നുള്ള ഒരു വിഷയമാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ യുദ്ധത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും അവർ യുദ്ധത്തിലാണ്. ആർക്കെതിരെയാണ്? ഹമാസിനെതിരെയാണ്, ഹിസ്ബുള്ളക്കെതിരെയാണ്, ഇസ്ലാമിക് ജിഹാദിനെതിരെയാണ്. ലോകത്ത് മുഴുവൻ ഈ ഭീകരവാദികളെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയും ഇപ്പോഴും ഇസ്രായേൽ യുദ്ധത്തിലാണ് എന്ന് അന്ന് ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച ആ പ്രസ്താവനയിൽ നിന്ന് 1% പോലും തങ്ങൾ മാറിയിട്ടില്ല എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങളാണ് വരുന്നത്. ശക്തമായിട്ടുള്ള ആക്രമണം ലെബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ്. നിരവധി ഹിസ്ബുള്ളയുടെ പ്രവർത്തകരാണ് മരിച്ചിരിക്കുന്നത്. ഈ തീവ്രവാദ വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രമാണ്. അപ്പൊ ഇറാന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭീകരവാദികളെ കൃത്യമായിട്ട് പിന്തുണക്കുന്നു. അതുകൊണ്ടാണ് ഈ ഹമാസ് ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇപ്പോ ഇസ്മയിൽ ഹനിയ അടക്കമുള്ള ആളുകൾ സുരക്ഷിതമായിട്ട് ഇറാനിൽ കഴിയുകയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ അതിനു മുന്നേ തൊട്ടു മുന്നേ ഖത്തറിലായിരുന്നു. ഇറാനിൽ താമസിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? പൂർണ്ണമായിട്ടും വലിയ ഒരു ആക്രമണത്തിലൂടെ ഇറാന്റെ അകത്ത് തലസ്ഥാന നഗരിയിൽ കയറിക്കൊണ്ട് ഈ ഇസ്മയിൽ ഹനിയെ ഇസ്രായേലിന്റെ പ്രത്യേക സായുധ വിഭാഗം, അതോടൊപ്പം തന്നെ ഈ മൊസാദ് എന്ന് പറയുന്ന അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി കൊലപ്പെടുത്തുന്ന രീതിയാണ് കണ്ടത്. അപ്പോൾ ഈ രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഭീകരവാദ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാണെങ്കിലും സംഘടനകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും അവരെയെല്ലാം പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള. അപ്പോൾ ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ്, ഇറാൻ ഒരു ഷിയ രാഷ്ട്രമാണ് ലോകത്തിലെ, അതോടൊപ്പം തന്നെ ഇറാൻ ഒരുപാട് നാണക്കേടുണ്ടായിരിക്കുകയാണ്. ഇറാന്റെ അകത്ത് കയറിയിട്ട് പല വട്ടമായി ഇസ്രായേൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. അവരുടെ 40ഓളം ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇസ്രായേൽ പല രീതിയിലായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സൈനിക ജനറൽമാർ, അതിൽ ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സൈനിക തലവൻ അടക്കം ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം കൃത്യമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ പല രീതിയിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ എല്ലാം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സഹിച്ച് എന്ന് വെച്ചാൽ ഭീകരവാദികളെ എന്നാൽ പോലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള രീതിയിലാണ് ഇറാന്റെ ഭരണകൂടം. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്മയിൽ ഹനിയെ ഹമാസ് തലവനെ കൊലപ്പെടുത്തിയ സമയത്ത് അവരുടെ ആത്മീയ നേതാവായിട്ടുള്ള ഖമൈനി ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ ഇയാളെ സംബന്ധിച്ച് ഇയാൾ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്, യുദ്ധം ഇനി പ്രഖ്യാപിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു പ്രസ്താവനയൊക്കെ നടത്തി. പക്ഷെ അവിടുത്തെ ഭരണകൂടമായിട്ടുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർക്കറിയാം ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും തങ്ങളുടെ അനുഭവം. ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിന് ഇസ്രായേൽ തയ്യാറാവില്ല. ഇറാന്റെ പ്രധാന സഖ്യ രാഷ്ട്രമാണ് റഷ്യയെ സംബന്ധിച്ച് റഷ്യ ഈ വിഷയത്തിൽ ഇറാന്റെ
ഈ ആത്മീയ തലവനെ വിളിച്ച് നേരിട്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾ ഇസ്രായേലിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഒരു പൗരന് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നിങ്ങൾ നേരിടേണ്ടി വരും. ഈ തിരിച്ചടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ആണവ കേന്ദ്രമടക്കം അവർ കൃത്യമായിട്ട് നിരീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇറാൻ വലിയ ആണവ രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ റോക്കറ്റുകൾ ആകാശത്തേക്ക് വിട്ട് നെഞ്ചും വിരിച്ച് നിൽക്കുന്ന കലാപരിപാടിയൊക്കെ ഉമാർക്കുണ്ടായിരുന്നു. പക്ഷെ ഈ കലാപരിപാടിയെല്ലാം പൂർണ്ണമായിട്ടും പൊളിച്ചടക്കുന്ന തരത്തിലേക്കുള്ള രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ അകത്ത് കയറിയിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2000 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇറാനും ഈ പറയുന്ന ഇസ്രായേലും തമ്മിൽ അകലം. അപ്പോൾ ഈ അകലമൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കലാപരിപാടികൾ നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു രാജ്യവും അവിടുത്തെ ഭരണകൂടവും സൈനികരുമാണ് ഇസ്രായേലിലുള്ള. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഇന്നൊരു പ്രശ്നമല്ല. അതിന്റെ പേരിൽ തന്നെ ഇറാൻ ആണെങ്കിലും ലെബനോൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഏതെല്ലാം ഭീകരവാദ സംഘടനകളെ, ഏതെല്ലാം ഭീകരവാദ പ്രസ്ഥാനങ്ങളായിട്ടുള്ള യമനിലെ ഹൂത്തികളടക്കമുള്ള ഏത് സംഘടനകളെയാണെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് നേരിടാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ചെങ്കടലിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്ന ഹൂത്തികളൊക്കെ ഇന്ന് എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെയൊന്നും പൊടി പോലും കാണുന്നില്ല. അതുപോലെയുള്ള ആക്രമണങ്ങളാണ് ഓരോ ദിവസവും ഹമാസിന്റെ നേതാക്കന്മാർക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ എല്ലാവരും റഫേലിലേക്ക് നോക്കൂ, എന്താണ് റഫേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് നടത്തിയിരുന്നു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. റഫേൽ എന്താണ് ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് അത് പൂർത്തീകരിച്ചിട്ടേ ഇസ്രായേൽ സൈന്യം അവിടുന്ന് പിൻവാങ്ങുകയുള്ളൂ. ഖാൻ യൂനിസിലാണെങ്കിലും ഗാസയിലാണെങ്കിലും വലിയ തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് ഭീകരവാദ വേട്ട കൃത്യമായിട്ട് തുടർന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിക്കഴിഞ്ഞു. ഇസ്രായേലിന്റെ പവർ, ചെറിയൊരു രാഷ്ട്രമാണെങ്കിലും എത്രത്തോളം വലിയ രീതിയിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ ശ്രദ്ധേയമായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. തങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ തങ്ങളുടെ പൗരന്മാർക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ജനതയ്ക്ക്, ജൂതന്മാർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു രാജ്യത്തെയും ആശ്രയിച്ചിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ആയുധം ആശ്രയിച്ചിട്ട് ഞങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് ഇസ്രായേലിനുള്ളത്. അപ്പോൾ ഇസ്രായേൽ ആ ഒരു നിലപാടിനെ എന്നും നെഞ്ചോട് ചേർത്ത് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സംവിധാനം എന്നുമുണ്ട്. അതിന് കൂട്ടായിട്ട് ഇന്ത്യ മഹാരാജ്യമുണ്ട്, അമേരിക്കയുമുണ്ട്, ഒരു തർക്കവുമില്ല. അപ്പോൾ ഭീകരവാദികൾ ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയാലും അതിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ മാത്രം പിന്തുണക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, പല രാജ്യങ്ങളും. അപ്പോൾ ഇസ്രായേൽ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ നശിച്ചു ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നു. ഇന്ത്യയിലെ നിലവിലെ ഭരണകൂടം വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഇസ്രായേലിന് നൽകുന്നത്. ഏത് തരത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവിടെ ആര് കളിച്ചാലും ആ കളികളൊക്കെ വെറും വായുവിൽ വരക്കുന്ന വട്ടപൂജ്യം മാത്രമായിരിക്കുമെന്നും ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലെബനോനിലെ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെയും നിരവധി പ്രവർത്തകരെയും ഈ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലൂടെ തീർത്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലോകമാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. വിപിൻ ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.